Hey, thank you എല്ലാവരും ഇവിടെ വന്നതിന്. ആൻഡ് ഇറ്റ്സ് സോർട്ട് ഓഫ് അൺപ്ലാൻ. ഞാൻ ദുബായിൽ ആക്ച്വലി മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച മറ്റൊരു സിനിമയുടെ റിലീസുമായിട്ട് അനുബന്ധപ്പെട്ട് മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ ഇതുപോലൊരു ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിന്റെ ഭാഗമാകാൻ സാധിക്കുക എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും വലിയ സന്തോഷം. ഗ്ലാഡ് ഓൾ ഓഫ് യു കുഡ് മേക്ക് ഇറ്റ്. ഐ നോബഡി എന്ന് പറയുന്ന സിനിമയുടെ ഇൻഫാക്ട് ഞാൻ ആക്ച്വലി ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നിസാം ബഷീർ എന്ന സംവിധായകനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിസാമിന്റെ ആദ്യത്തെ സിനിമയായ കെട്ടിയോളാണ് എന്റെ മാലാഖ എന്ന് പറയുന്ന സിനിമയിൽ അത് എന്റെ സുഹൃത്ത് ലിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിച്ച് ആസിഫ് അഭിനയിച്ച സിനിമയാണ്. പക്ഷെ ആ സിനിമയിൽ ഐ വാസ് ഇൻവോൾവ് ഇൻ എ ഫ്യൂ വേസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സിനിമ സൃഷ്ടിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അതുമായിട്ട് അടുത്ത് നിൽക്കാൻ സാധിച്ചതുകൊണ്ട് മലയാള സിനിമയ്ക്ക് വളരെ ഒറിജിനൽ ആയിട്ടുള്ള, വളരെ ടാലന്റഡ് ആയിട്ടുള്ള, ഭയങ്കര റിയലി ഔട്ട് ഓഫ് ദ വേ ആയിട്ടുള്ള ക്രാഫ്റ്റ് ഉള്ള ഒരു സംവിധായകൻ വരുന്നുണ്ട് എന്നുള്ളത് അന്ന് എനിക്ക് തോന്നി. ആൻഡ് ഇൻഫാക്ട് കെട്ടിയോളാണ് എന്റെ മാലാഖ എന്ന സിനിമയ്ക്ക് ശേഷം നിസാം അടുത്തത് എന്നെ കാണാൻ വരുന്നത് നിസാമിന് ഒരു സിനിമ നിർമ്മിക്കാനാണ്. നിസാമിന്റെ തന്നെ ഒരു കൂടെയുള്ള ഒരു സംവിധാന സഹായി സംവിധാനം ചെയ്ത് നിസാമിന്റെ ഒരു ഡെബ്യൂ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ആദ്യം എന്നെ കാണാൻ വരുന്നത്. അപ്പൊ ആ സിനിമയുടെ ചർച്ചകൾക്കിടയിലും എനിക്ക് തോന്നി ഇയാളൊരു വളരെ നല്ല ഫിൽം മേക്കർ ആണല്ലോ എന്ന് എനിക്ക് അന്നും തോന്നിയിരുന്നു. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു കഥ എൻ്റെ അടുത്ത് പറയാൻ നിസാമും അതുപോലെ തന്നെ ട്രൂലി ഒറിജിനൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു റൈറ്റർ സമീറും രണ്ടുപേരും കൂടി എന്നെ കാണാൻ വന്നതാണ്. അപ്പൊ എനിക്ക് ഈ സിനിമയുടെ കഥ ഞാൻ ആദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ആക്ച്വലി ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. ഞാനിത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഓഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിസാമിനോട് ദിസ് വേർഡ് ഐ യൂസ്ഡ് ബിക്കോസ് ഐ വാസ് സോ എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ് ആസ് എൻ ആക്ടർ ദാറ്റ് ഐ വാണ്ടഡ് ടു മേക്ക് ഷുവർ ഇത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വേണ്ട രീതിയിൽ വേണ്ടതുപോലെ ചെയ്ത് റിലീസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് എന്നുള്ളത്. സോ ഇന്നും ഞാൻ പണ്ട് ഗുരുവായൂരമ്പല നടയിലെ സക്സസ് മീറ്റിന് ഐ നോബഡി എന്ന സിനിമയെ കുറിച്ച് പറഞ്ഞു തന്നെയാണ് ഇന്നും എനിക്ക് പറയാനുള്ളത്. ഐ ആം സോ മച്ച് മോർ എക്സൈറ്റഡ് അബൌട്ട് ദിസ് ഫിലിം ആസ് എൻ ആക്ടർ ദാൻ ആസ് എ പ്രൊഡ്യൂസർ. അപ്പോ അതിൽ ഐ എം താങ്ക്ഫുൾ ദാറ്റ് സമീർ റോട്ട് രാജീവൻ ആൻഡ് ഐ എം താങ്ക്ഫുൾ ദാറ്റ് നിസാം സോ രാജീവൻ ഇൻ മീ. ആൻഡ് ഈ സിനിമയോ രാജീവനോ ഒന്നും തന്നെ കുറച്ചധികം ആൾക്കാർ ഒപ്പം ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് നടക്കില്ലായിരുന്നു. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇന്നിവിടെ എന്നോടൊപ്പമുള്ള സഞ്ജു ശിവറാം എന്ന് പറയുന്ന എന്റെ സുഹൃത്ത് സഞ്ജു. ഒരുപാട് ആക്ടേഴ്സ് ഉള്ള ഒരു വലിയ കാസ്റ്റ് ഉള്ള 10-60ഓളം ആക്ടേഴ്സ് ഉള്ള ഒരു ഹോസ്റ്റ് ഓഫ് എക്സ്ട്രീംലി സ്കിൽഡ് ടെക്നീഷ്യൻസിന്റെ ടോപ്പ് ഓഫ് ദി ലൈൻ വർക്കുള്ള ഒരു റിയലി ഒറിജിനൽ സിനിമയാണ് ഐ നോബഡി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അഭിപ്രായങ്ങൾ ശരിയാണ് എന്ന് ജൂലൈ 9 മുതൽ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർക്ക് തോന്നട്ടെ. താങ്ക് യു. സഞ്ജു ഐ നോബഡിയിലും ഉണ്ട്, ഇപ്പോ ഖലീഫയിലും ഉണ്ട് രാജുവേട്ടന്റെ കൂടെ. നമ്മളിത് എന്തായാലും ഐ നോബഡിയെ കുറിച്ചാണ് ഞങ്ങൾക്ക് ഇപ്പോ സഞ്ജുവിന്റെ കേൾക്കാനുള്ളത്. സഞ്ജുവിന് എന്താണ് പറയാനുള്ളതെന്ന്? ഐ നോബഡിയെ പറ്റി സത്യമായി ഒരുപാട് പറയാനുണ്ടായി. കാരണം ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പേഴ്സണലി ഇത് കണ്ടിട്ട് ഞാൻ ആദ്യം നിസാമിനോട് അല്ലെങ്കിൽ രാജുവിനോട് ഞാൻ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഈ സിനിമയുടെ ഇതുവരെ കണ്ടിട്ടുള്ള റഷസും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസ് കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഈ ട്രെയിലറിനേക്കാൾ ഒത്തിരി നല്ലതാണ് ആ സിനിമ. ഈ ട്രെയിലറിന് ആ സിനിമയോളം നന്നാവാൻ പറ്റിയിട്ടറിയാവുന്നത്. കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ആ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് നിസാം ബഷീർ എന്ന് പറയുന്ന ഡയറക്ടർ എനിക്ക് എൻ്റെ കരിയറിൽ എനിക്കൊരു സെക്കൻഡ് ഇന്നിങ്സ് തന്നത്, അല്ലെങ്കിൽ എനിക്കൊരു ഡൗൺ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് എന്നെ ഒരു നെക്സ്റ്റ് സ്റ്റിൻഡിലേക്ക് എന്നെ കൊണ്ടുപോയത് നിസാം ബഷീറാണ്. ആ സിനിമ കണ്ടിട്ടാണ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഈ സീനിയർ ആക്ടേഴ്സിനോട് ഭയങ്കര സ്നേഹം തോന്നുകയും ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ രാജുവേട്ടൻ ഹൂസ് ടു യങ് ടു ബി വാട്ട് ഈസ്. കാരണം ഈ ഒരു പ്രായത്തിൽ തന്നെ അദ്ദേഹം ഒരുപാട് മേഖലകൾ കൈവച്ച് നമുക്ക് ഒരുപാട് അല്ലെങ്കിൽ അഭിമാനം തോന്നുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയക്കുകയും ഞാനിത് സിനിമ കണ്ടു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുമ്പോൾ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ, ഞാനത് പോസ്റ്റ് ചെയ്തോട്ടെ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത്. കാരണം ദാറ്റ് വാസ് എൻ അച്ചീവ്മെന്റ് ഫോർ മീ. അതെനിക്ക് കിട്ടുന്ന ഒരു റെക്കഗ്നീഷൻ ആയിരുന്നു. അത് ഞാൻ എത്രയോ വർഷം മുമ്പ് ആഗ്രഹിച്ചാണ്. ആൻഡ് ഐ ഹാവ് ബീൻ മാനിഫെസ്റ്റിംഗ് ദിസ് ഫോർ മേ ബി ഞാൻ സിനിമയിൽ വന്ന ശേഷം ടോവിയാണ് എന്നോട് രാജുവേട്ടനവരോട് ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ മൺസൂൺ മാംഗോസ് എന്ന സിനിമയും. അപ്പൊ അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് സംഭവിക്കുന്നതും. ഞാൻ 2026 എന്ന് പറയുന്ന വർഷം തുടക്കം മുതൽ ഐ ഹാവ് ബീൻ വിത്ത്. അതും നമ്മൾ പ്ലാൻ ചെയ്തതോ ആലോചിച്ചതോ കാര്യങ്ങളൊന്നുമല്ല. അത് നമ്മൾ സ്കൂൾ ഡേയ്സ് മുതൽ ഞാൻ കണ്ട ആദ്യം ഒരു സ്റ്റോപ്പ് വയലൻസിന്റെ പോസ്റ്റർ
ഞാനത് എപ്പോഴും പറയുന്നതാണ്. തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ അവിടെ ഒരു വലിയൊരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ അത്രയും വലുത് ലാലേട്ടൻ്റെ അല്ലാതെ അങ്ങനത്തെ ഫ്ലെക്സ് ഒന്നും ആർക്കും വരാറില്ല. അന്ന് അവിടെ കണ്ട് ഞാനും എൻ്റെ സുഹൃത്തും കൂടി നോക്കി നിന്ന് ഞങ്ങൾ പറഞ്ഞ ഒരു വാചകമുണ്ട്. അതായത് നമ്മൾ രാജാവിന്റെ മകനിലൊക്കെ ലാലേട്ടനെ കാണുന്ന ഒരു ആൾക്കാർ എന്ന് പറയുന്ന അല്ല, അവിടെ നിന്നുകൊണ്ട് അങ്ങനത്തെ ഒരു ഫാൻ ബോയ്ക്ക് ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്. ആൻഡ് നോബഡി ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടുള്ള ഏറ്റവും നല്ല സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ ഞാനത് ചോദിച്ച് വാങ്ങിച്ച റോളാണെന്ന് ഞാൻ അഭിമാനത്തോട് പറയും. കാരണം അത് അത്ര നല്ല സിനിമയാണ് ഇത്. ട്രെയിലർ കണ്ടപ്പോൾ ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞങ്ങളും. അതുമാത്രമല്ല, ആഫ്റ്റർ എ ലോങ് ടൈം പാർവതി തിരുവോത്ത് ആൻഡ് രാജുവേട്ടൻ ടുഗെദർ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ജൂലൈ 9th രാജുവേട്ട, ഇവിടെ ഉള്ളത് നമ്മുടെ UAE ഇൻഫ്ലുവൻസേഴ്സ് ആണ്. നമ്മുടെ ഓരോ മൂവി റിലീസിലും നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിന് ഒരു വലിയ പ്രാധാന്യം തന്നെയുണ്ട്. അതായത് വീക്കെൻഡ് ആകുമ്പോൾ എല്ലാവരും മൂവീസ് കാണും, റിവ്യൂസ് ഇടും. ഇവരുടെ റിവ്യൂസ് കണ്ടിട്ട് ആളുകൾ മൂവിക്ക് നല്ല സപ്പോർട്ടാണ് ഇൻഫ്ലുവൻസേഴ്സിന്റെ സൈഡിൽ നിന്ന്. അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഷോർട്ട് നോട്ടീസിൽ പെട്ടെന്ന് കിട്ടിയതാണ് രാജുവേട്ടൻ്റെ ഈ ഷൂട്ടിന്റെ ടൈമിൽ. അവർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ചോദിക്കാനുണ്ട് രാജുവേട്ടൻ്റെ അടുത്ത്. സോ ഷാൽ വി സ്റ്റാർട്ട്? ഹായ്. ഓക്കെ ഫൈൻ. അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ബഹുമാനിച്ചിട്ടിരിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ 2021 ബ്രഹ്മം മൂവി എനിക്ക് ആക്ച്വലി ഭയങ്കര ദൂരെ നിന്നിട്ടാണ് കാണാൻ സാധിച്ചത്. ഇവിടെ എനിക്ക് തോന്നുന്നു മൂവി ഇറങ്ങിയതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു പ്രൊമോഷന്. അപ്പൊ ഇന്ന് ഇത്രയും അടുത്തൊന്ന് കാണാൻ സാധിക്കുന്നു, ഒരുപാട് സന്തോഷം. ടൈറ്റിൽ തന്നെ ഭയങ്കര പ്രോമിസിംഗ് ആണ്. ഞാൻ ആദ്യം നീതിനോട് ചോദിച്ചത് ഇത് ഐ നോബഡി എന്നാണോ വായിക്കുക, ഇന്നോബഡി എന്നാണോ വായിക്കുക? കാരണം നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ട്രെയിലർ കണ്ടപ്പോൾ അതിലും തന്നെ ഭയങ്കര ത്രില്ലിങ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, കുറച്ച് നെർവസ് ആണ്, നമ്മൾ ഇത്ര അടുത്തുനിന്ന് കാണുന്നതുകൊണ്ടാണ്, സോറി. നമ്മുടെ പാർവതി ആൻഡ് രാജുവേട്ടൻ ഒന്നിച്ചുള്ള മൂവി നമ്മൾ ഒരുപാട്, ഇപ്പോഴും എന്നും നിന്റെ മൊയ്തീൻ, ആ മൂവിയിൽ തന്നെ ഒരുപാട് സോങ് ആയിക്കോട്ടെ, ഡയലോഗ് ആയിക്കോട്ടെ, റൊമാൻറ്റിക് സീൻസ് ഇന്നും നമ്മൾ പ്രേക്ഷകര് മനസ്സിൽ കൊണ്ടു നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഈ ഒരു മൂവി ത്രില്ലർ ആണെങ്കിൽ പോലും ഇതിൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ അതേപോലെ നമുക്ക് അങ്ങനെയുള്ള ഒരു മെമ്മറബിൾ മൊമെന്റ് എന്തെങ്കിലും കാണാൻ സാധിക്കുമോ? കൂടുതൽ പറയാൻ സാധിക്കില്ലെന്നറിയാം, എന്നാലും അങ്ങനെ എന്തെങ്കിലും നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. കുറേ ത്രില്ലർ സംഭവങ്ങളുണ്ട്, കുറച്ച് എനിക്ക് തോന്നുന്നു സെന്റിമെന്റ്സ് എല്ലാം അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമുക്കിതിൽ പ്രതീക്ഷിക്കാമോ? ഇത് ഈ സിനിമ ആക്ച്വലി ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ചധികം ഇമോഷണൽ റിലേഷൻഷിപ്സിന്റെ ഒരു ജേർണി കൂടിയാണ് ഈ സിനിമ. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഷെയർ ചെയ്യുന്ന രണ്ട് കഥാപാത്രങ്ങൾ രാജീവനും മീരയുമാണ്. പാർവതിയും ഞാനും ചെയ്ത കഥാപാത്രങ്ങളാണ്. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ടിപ്പിക്കൽ ലവ് സ്റ്റോറി അല്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, എന്നാൽ ഒരു ടിപ്പിക്കൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് സ്റ്റോറിയും അല്ല. ഈവൻ അവരുടെ തന്നെ അവർക്കിടയിലുള്ള കഥ പോലും അങ്ങനെ ഒരു ടിപ്പിക്കൽ ഹസ്ബൻഡ് വൈഫ് സ്റ്റോറി അല്ല. അപ്പോ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോ ദ ഫസ്റ്റ് തിങ് ഓൾ ഓഫ് us knew was that ഏത് ക്യാരക്ടറിനാണെങ്കിലും we have to cast somebody who can hold his or her own in that space എന്നുള്ളത്. അപ്പോൾ in simple language we wanted really good actors to be playing every character. അപ്പോൾ മീര എന്ന് പറയുന്ന കഥാപാത്രത്തിന് നിസാം പാർവതിയുടെ പേര് പറഞ്ഞപ്പോ none of us had an option to suggest. എന്നാ പിന്നെ പാർവതിക്ക് പകരം ഇങ്ങനൊരു ഓപ്ഷൻ ആയാലോ, പാർവതി നോ പറഞ്ഞാൽ വിൽ സ്റ്റാർട്ട് തിങ്ക് ഓഫ് എൻ ഓപ്ഷൻ എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ആസ് ഓൾവേസ് ഐ ഹവ് നോൺ ഹർ ഫോർ എ ലോങ് ടൈം നൗ. ഈസ് എ വെരി ഇന്റലിജന്റ് ആക്ടർ. അപ്പൊ പാർവതി ഒരു സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞാൽ ദിസ് ഇസ് എ ഫിലിം ദാറ്റ് ഡിസേർവ്സ് ടു ബി മെയ്ഡ്, അതിൽ എന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആൻഡ് ഇഫ് ദാറ്റ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് ദ ഫിലിം ഐ എം ഗോയിങ് ടു ഡു ദാറ്റ് എന്ന തീരുമാനം എടുക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് പാർവതി. ആൻഡ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഷീസ് എൻ അമേസിംഗ് ആക്ടർ, ഷീസ് എ റിയലി ഗുഡ് ആക്ടർ. ആൻഡ് പാർവതി ഈ ക്യാരക്ടറിനെ കൊണ്ടുവന്നിരിക്കുന്ന ഡെപ്തും ആ ഡെപ്ത് ഈ സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു കോംപ്ലക്സിറ്റിയും ഭയങ്കരമായി ഈ സിനിമയെ ഗുണകരമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ലൈക്ക് ഐ സെഡ്, നിങ്ങൾ എന്നിന്റെ മൊയ്തീൻ പോലെയൊക്കെ ഒരു ടിപ്പിക്കൽ പൃഥ്വിരാജ് പാർവതി ലവ് സ്റ്റോറി ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. ബട്ട് there are a lot of good scenes where both of us had a ball being in it together. രാജുവേട്ടാ നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, നിസാം ബഷീറിന്റെ ഫസ്റ്റ് മൂവിയായി കെട്ടിയോള എന്ന മലാഹ ശരിക്കും ഭയങ്കര റോ ഇമോഷൻസ് നമുക്ക് സ്ക്രീനിൽ കാണിച്ചായിരുന്നു. സെക്കൻഡ് മൂവി നോക്കുകയാണെങ്കിൽ തിയേറ്ററിൽ ഇത്ര നല്ലൊരു എക്സ്പീരിയൻസ് വന്നൊരു സിനിമ ആ അടുത്ത് തന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, തിയേറ്റർ എക്സ്പീരിയൻസ് റോഷാക്ക്. അപ്പം അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സിനിമയായിട്ട് രാജുവേട്ടൻ്റെ അടുത്ത് പിച്ച് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ്, ഇപ്പൊ ഏതാണ് രാജുവേട്ടൻ ഇംപ്രസ് ചെയ്തത്? സ്റ്റോറി ലൈനാണോ, ഇതിലുള്ള ക്രൂ മെമ്പേഴ്സിനാണോ, അതോ ഇതിന്റെ സ്ക്രിപ്റ്റ് ആണോ? എന്തായിരുന്നു ഏറ്റവും ആദ്യം ഇംപ്രസ് ചെയ്യിച്ചത്?
എല്ലാ സിനിമകളും നമ്മൾ ആദ്യം ഒരു കഥ കേൾക്കുന്ന പോലെയാണ് എല്ലാവരും കേൾക്കുക. ആൻഡ് യു സീ ഇഫ് യു റിലേറ്റ് ടു ദാറ്റ് സ്റ്റോറി, ആ കഥ ഇഷ്ടപ്പെട്ടോ എന്നുള്ളതാണ്. പക്ഷെ സിനിമയെ സംബന്ധിച്ചിടത്തോളം കഥ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലിറ്റിൽ മോർ കോംപ്ലക്സ് ദാൻ ദാറ്റ്. കഥ വളരെ ഒരു സാധാരണ കഥയായിരിക്കാം, പക്ഷെ അതിന്റെ ഒരു സ്ക്രീൻ പ്ലേയിലായിരിക്കാം ദാറ്റ് ഇറ്റ് ബിക്കംസ് ഇൻട്രസ്റ്റിംഗ്. അത് നറേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കാം ദാറ്റ് ഇറ്റ് ബിക്കംസ് ഇൻട്രസ്റ്റിംഗ്. ചിലപ്പോൾ വളരെ അസാധാരണമായ കഥകളുള്ള സിനിമകൾ ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് തന്നുകൊള്ളുന്നില്ല. അങ്ങനെയും ഉദാഹരണങ്ങളുണ്ട്. ഐ നോബഡിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദ വേ സമീർ ഹസ് റിട്ടൺ ദി സ്ക്രീൻ പ്ലേ. അത് ഞാൻ വളരെ പണ്ട് പറഞ്ഞതുപോലെ ഇത് നമുക്ക് പരിചിതമായ ഒരുപാട് ജോണറുകളെ കൂട്ടിയിണക്കി ഒട്ടും പരിചിതമല്ലാത്ത രീതിയിൽ കഥ പറയുന്ന ഒരു സിനിമയാണ്. അപ്പൊ അത് ഓൺ പേപ്പർ അതുണ്ട്. സമീർ എഴുതിയിരിക്കുന്ന സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് ആ പാറ്റേണിലാണ്. ആൻഡ് ദാറ്റ് ഐ തോട്ട് വാസ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര ഒറിജിനൽ ആയിട്ട് തോന്നി. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്, ഇത് നിസാം ഇത് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ബ്രീഫ് ഒന്ന് കഥ കേട്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഐ എം ഓൾസോ സംബഡി ഹൂസ് ട്രൈങ് ടു ബി ഫിൽം മേക്കർ, എ ഗുഡ് ഫിൽം മേക്കർ അറ്റ് സം പോയിന്റ്. അപ്പോൾ എനിക്കത് മനസ്സിലായി, വാട്ട് ഈസ് അറ്റംപ്റ്റിംഗ് ടു ഡു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആൻഡ് ഐ തോട്ട് ഇത് രണ്ടും കൂടെ ചേർന്നാൽ, സമീർ എഴുതിയിരിക്കുന്ന സ്ക്രീൻ പ്ലേയും നിസാമിന്റെ വിഷനും കൂടി ചേർന്നാൽ that he might have a really good film എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. And I hope I'm proven right. ഓക്കെ, രാജുവേട്ടൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഭയങ്കര വലിയൊരു സ്റ്റാറാണ്. അപ്പോൾ ആക്ടിംഗ് ലെവൽ ആയിക്കോട്ടെ, ഡയറക്ഷൻ ലെവൽ ആയിക്കോട്ടെ, പാൻ ഇന്ത്യൻ ലെവലിൽ അറിയപ്പെടുന്ന ഒരു സ്റ്റാർ ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഐ നോബഡി എന്നൊക്കെ പറയുമ്പോൾ നമുക്കങ്ങ് പറ്റുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേരാണല്ലോ. അപ്പോൾ ആ പേരിനോടുള്ള രാജുവേട്ടൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഈ സിനിമയുടെ കഥ അറിയാവുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഐ തോട്ട് ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈറ്റിൽ. യുനോ, ഓഫ് കോഴ്സ് ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അറ്റൻഷൻ ഗ്രാബിംഗ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ വേണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാ ഫിൽം മേക്കേഴ്സിനും ഉണ്ടാവുമല്ലോ. ആ ചിന്തയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ടൈറ്റിലേക്ക് ലാൻഡ് ആകുന്നത്. പക്ഷെ നൗ ദാറ്റ് ഐ നോ ദ ഫിൽം, ഐ സീൻ ദ ഫിൽം, ദർ ഇസ് നോ ബെറ്റർ ടൈറ്റിൽ ഫോർ ദിസ് ഫിൽം. ആൻഡ് ഇത് ഈ നമ്മൾ ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുമല്ലോ, ഐ സോ ആൻഡ് സോ, അങ്ങനെ അതിന്റെ ഒരു ക്യാച്ച് പ്രൈസ് പോലെയാണ് ഐ നോബഡി. അതായത് നമ്മള് ദിസ് ഇസ് സംബഡി ജസ്റ്റ് ടെല്ലിംഗ് ദ വേൾഡ് അറൌണ്ട് ഹിം ദാറ്റ് ഐ നോബഡി ആസ് ഓഫ് ടുഡേ ഹാവ് ഡിസൈഡഡ് ദാറ്റ് ഐ ആം ഗോയിങ് ടു ടേക്ക് മൈ ലൈഫ് ഇൻ ടു മൈ ഓൺ ഹാൻഡ്സ്. അതുകൊണ്ടാണ് ഈ സിനിമയുടെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആൻഡ് ഇറ്റ് ഇസ് സോ ആപ്റ്റ്. കാരണം ഈ നമുക്ക് ചുറ്റും നമ്മൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ചുറ്റും ഒരുപാട് രാജീവന്മാരുണ്ടാവും. നമുക്ക് ചിലപ്പോൾ വി മൈറ്റ് നോട്ട് നോ ദാറ്റ് നമ്മുടെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ അല്ലെങ്കിൽ റോഡിനപ്പുറത്തുള്ള വീട്ടിൽ ഒരു രാജീവൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ലായിരിക്കാം. അത് അയാളുടെ ലൈഫിൽ ഒരു സംഭവം ഉണ്ടാവുകയും അത് നമ്മൾ അറിയുകയും നമുക്ക് ആ അറിവോടുകൂടി അയാളെ കാണുമ്പോഴാണ് നമ്മൾ ഇയാൾ ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്ന് നമുക്ക് തോന്നുക. അപ്പൊ അങ്ങനെ ഒരു ബേസിക്കലി വാട്ട് ഇറ്റ് മീൻസ് ഇസ് ഇറ്റ് കുഡ് ബി any one of you could be the nobody in this film, and any nobody at any given day could become a somebody. Thank you. ഒരേ ജോണറിലുള്ള കുറെ സിനിമകൾ താങ്കൾ ചെയ്തു. ഇല്ല, ഒരേ ജോണറിലുള്ള കുറച്ച് സിനിമകൾ, അത് അതിന് മുന്നേ നമ്മൾ മൊയ്തീനും അതുപോലെ നന്ദനം, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മൂവിയാണ് നന്ദനം. ഇന്നും ഞാൻ പഴയ സിനിമകൾ, മൂന്നാംപിറ, യാത്ര, കിരീടം, ഈ സിനിമകളൊക്കെ കണ്ടിട്ട് നമ്മൾ വീട്ടിൽ പോയാലും അത് ഹോണ്ട് ചെയ്യും. അങ്ങനെ എൻ്റെ നാട് ഗുരുവായൂരാണ്. അപ്പോൾ ആ സ്ഥലത്ത് അതായതായിരിക്കും ചിലപ്പോൾ ആ സിനിമ കണ്ടത് അന്ന് മുതൽ ഇതുപോലെ ഹോണ്ട് ചെയ്യുന്ന സിനിമകൾ വളരെ അപൂർവമാണ് വരുന്നത്. ഇപ്പോൾ പല സമയങ്ങളിലും താങ്കളുടെ നല്ല സിനിമകളും ഒക്കെ പല ജോണറിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ റൊമാൻറ്റിക് പിന്നെ വന്നിട്ടില്ല. ഇത് ഈ സിനിമക്കകത്ത് ഐ നോബഡി എന്നുള്ള സിനിമയുടെ പ്രത്യേകത എന്താണ്? ഈ സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി താങ്കൾ എന്താണ് ഇതിലെ ഒരു സ്പെഷ്യാലിറ്റി ഞങ്ങളോട് പറയാനുള്ളത്? ഒരു സ്പെഷ്യാലിറ്റി ഇല്ല. ആക്ച്വലി ഒരു തിരക്കഥാകൃത്ത് പറയാൻ തീരുമാനിച്ചൊരു കഥ അയാൾ രൂപം നൽകിയ ഒരു തിരക്കഥയിൽ ഒരു കഴിവുറ്റ സംവിധായകൻ അയാളുടെ വിഷനിലൂടെ ആ തിരക്കഥ ഒരു സിനിമയാക്കി മാറ്റി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സ്പെഷ്യാലിറ്റിയും അവകാശപ്പെടാനില്ല ഈ സിനിമയ്ക്ക്. ആൻഡ് ഒരു സിനിമ ഹോണ്ടിങ് ആവാന്നൊക്കെ പറയുന്നത് വളരെ പേഴ്സണലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഹോണ്ട് ചെയ്യുന്നൊരു സിനിമ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കണ്ടു തീർക്കാൻ പോലും പറ്റാത്തൊരു സിനിമയായിരിക്കാം. നിങ്ങൾക്ക് ഭയങ്കര ഹോണ്ടിങ് ആയിട്ട് തോന്നുന്നൊരു സിനിമ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മറന്നു പോകുന്നൊരു സിനിമയായിരിക്കാം. അപ്പൊ അങ്ങനെ കുറച്ചു പേർക്കെങ്കിലും കണ്ടു കഴിഞ്ഞിട്ട് മറക്കാൻ പറ്റാത്തൊരു സിനിമയാകട്ടെ ഐ നോബഡി എന്ന പ്രാർത്ഥനയിലാണ് ഞങ്ങൾ എല്ലാവരും.
അതിനപ്പുറത്തേക്ക് there is nothing that this film claims to be. താങ്ക് യു. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ടെൻഷൻ അടിച്ചിട്ട്. കാരണം ഞാൻ പല ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിംഗിനും വന്നിട്ടുണ്ട്. ഓക്കെ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി മൈക്ക് കയ്യിൽ പിടിക്കുന്നത്. ശരി. അപ്പോൾ സത്യമായിട്ട് എനിക്ക് വിറക്കുകയാണ്. പിന്നെ ഞാൻ ചോദിക്കാൻ വന്നതെന്ന് വെച്ചാൽ, ഞാൻ രാജേട്ടൻ്റെ വലിയൊരു ആരാധകനാണ്. രാജേട്ടൻ്റെ അഭിനയം കണ്ട് മാത്രമല്ല, രാജേട്ടൻ്റെ ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ട് ഞാൻ ഒരു ഫിറ്റ്നസ് ട്രെയിനർ കൂടിയാണ്. ഓക്കെ. അപ്പോൾ രാജേട്ടൻ്റെ ഹീറോ സിനിമ മുതൽ ആടുജീവിതം വരെയുള്ള രാജേട്ടൻ്റെ ഡെഡിക്കേഷൻ, അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. പിന്നെ എൻ്റെ ചോദ്യം സിമ്പിളാണ്. നമ്മളിപ്പോൾ ഒരു സിനിമേൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തിരക്കഥയാണ്. അപ്പോൾ തിരക്കഥ എന്ന് പറയുന്നത് തിരക്കഥാകൃത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതുകൊണ്ട്, അതുപോലെ തന്നെ കേരളത്തിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ വെച്ചുണ്ടായ ഇൻസിഡന്റ് വെച്ചുണ്ടാകുന്ന തിരക്കഥയുണ്ട്. ഇതിലെന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലോ മറ്റു സംസ്ഥാനങ്ങളിലോ ബന്ധപ്പെട്ട ആ രീതിയിൽ എന്തെങ്കിലും ഒരു ഒരുപാട് റിയൽ ലൈഫ് നമ്മൾ കേൾക്കുകയും വായിക്കുകയും അറിയുകയും ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസിന്റെ ഇൻസ്പിറേഷൻ ഉണ്ട് ഇതിലെ പല സീനുകൾക്കും. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഈ സിനിമയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് തന്നെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് എന്നുള്ള തോന്നൽ ഇതിന് തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ദിസ് ഫിലിം ഇസ് വെരി മച്ച് അബൌട്ട് ദാറ്റ് ഇന്നിപ്പോ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇസ് നോട്ട് ഫുള്ളി കൺട്രോൾഡ് ബൈ അസ്. നമ്മുടെ ജീവിതത്തിന്റെ നെറേറ്റീവ് കൺട്രോൾ ചെയ്യാൻ ശക്തിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. സോഷ്യൽ മീഡിയ ആകാം, നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആകാം, സോ അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര ഒരു സട്ടിൽ കമന്ററി നടത്തുന്ന ഒരു സിനിമ കൂടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് നമുക്ക് അറിയുന്നതും നമ്മൾ വായിച്ചിട്ടുള്ളതും നമ്മൾ കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് റിയൽ ലൈഫ് ഇൻസിഡൻസിന്റെ ഇൻസ്പിറേഷൻസ് ഇതിന്റെ ഒരുപാട് സീനുകളുടെ പിന്നിലുണ്ട്. അതാണ് നല്ല സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴും സിനിമ അല്ലെങ്കിൽ ആർട്ട് ഇൻ ഇറ്റ്സെൽഫ് എപ്പോഴും വർത്തമാനകാല സമൂഹത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തെറ്റിദ്ധാരണ ആക്ച്വലി എല്ലാവരും പറഞ്ഞു പരത്തുന്ന ഒരു തെറ്റിദ്ധാരണ സിനിമയിൽ നിന്നാണ് സമൂഹം ഷേപ്പ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇൻസിഡൻസ് ഉണ്ടാകാം, സിനിമയിൽ നിന്നും സമൂഹത്തിന് ഇൻസ്പിറേഷനായി മാറുന്ന സംഭവങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഇൻ ജനറൽ നേരെ തിരിച്ചാണ്. സൊസൈറ്റിയാണ് സിനിമയും ആർട്ടിനെയും ഷേപ്പ് ചെയ്യുന്നത്. സൊസൈറ്റിയിൽ നിന്നാണ് സിനിമ ഉണ്ടാകുന്നത്, ആർട്ട് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഇന്നത്തെ സൊസൈറ്റിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഐ നോബഡി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.